താങ്കളുടെ പഴയ പാർട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് അറിയാമോ? ഇത് വെറും പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല, രേവണ്ണയുടെ കാര്യത്തിൽ പോലും അലിഗേഷൻ ഉണ്ട് എന്നുള്ളതാണ്. നികേഷ്, കർണാടകത്തിലെ JDS സംഘടനാപരമായും പ്രത്യയശാസ്ത്രപരമായും ഇപ്പോൾ ധാർമ്മികമായും കടുത്ത പ്രതിസന്ധി കൂടി പോവുകയാണ്. സംഘടനാപരമായി ഇവിടെ സഖാവ് നമ്പൂതിരി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാലത്ത് വളരെ ഒരു സ്ട്രോങ് റീജിയണൽ പാർട്ടിയായിരുന്ന JDS ഇപ്പോൾ അവർക്ക് കർണാടകത്തിലെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കേവലം 13% വോട്ട് മാത്രമാണുള്ളത്. 19 MLA മാത്രമാണുള്ളത്. അവർ വലിയ സംഘടനാപരമായ പ്രതിസന്ധി അതിന് ശേഷം നേരിടുകയും ധാരാളം നേതാക്കൾ ആ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്തു. രണ്ടാമതായിട്ട് അത് നേരിടുന്ന പ്രത്യയശാസ്ത്രമായ സമസ്തയാണ്. അത് സെക്യുലർ എന്നുള്ള പേരുള്ള പാർട്ടിയാണ്. അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി BJPയുമായിട്ട് വരെ അവരിപ്പോൾ സഖ്യം ചേർന്നു. അതിൻ്റെ ഫലമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി, അവിടെ JDSൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ബേസ് എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു. ആ മുസ്ലിം കമ്മ്യൂണിറ്റി അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ധാരാളം ലീഡേഴ്സ് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ആ പാർട്ടിയുടെ ക്രെഡൻഷ്യൽസ്, സെക്യുലർ എന്നുള്ള ക്രെഡൻഷ്യൽസ് ചോദ്യം ചെയ്യപ്പെട്ടു. മൂന്നാമതായി ഇപ്പോൾ ധാർമ്മികമായ വലിയ ക്രൈസിസിലാണ്. പ്രത്യേകിച്ചും നികേഷ് സാർ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തു തന്നെ എനിക്കൊരു വിസ്മയമാണ്. അതൊരു കുടുംബ പാർട്ടിയായിട്ട് പൂർണ്ണമായിട്ടും അങ്ങ് പരിമിതപ്പെട്ടു. അല്ല, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. BJP നേതാവിനോട് ചോദിക്കേണ്ടതാണെങ്കിൽ അതിൻ്റെ ഒരു അനലിറ്റിക്കൽ വ്യൂ താങ്കളിൽ നിന്ന് കിട്ടാൻ വേണ്ടി പറയാണ്. നോക്കൂ, BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ല 2014 മുതൽ അവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബ പാർട്ടികളെ കുറിച്ചാണ്. ഇവിടെ കുടുംബ പാർട്ടികൾ എന്ന് മാത്രമല്ല, അതിൻ്റെ 3 തലമുറയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ട്. ഒരേ സമയം ഈ 3 തലമുറയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ അവസാന തലമുറ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. അവിടെയാണ് നേരത്തെ വിജയേന്ദ്രയോട് ഈ കാര്യം സംസ്ഥാന നേതാവ് പറയുന്നു, വിജയേന്ദ്ര കേൾക്കുന്നില്ല. പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രജ്വലിന് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ പറയുന്നു അത് ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്, അപ്പോഴും കേൾക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഡോക്ടർ ഷമാ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ച പോലെ പ്രധാനമന്ത്രി ഈ പ്രജ്വലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പങ്കെടുക്കേണ്ട അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും പറയാൻ കഴിയും. അത് BJPയുടെ ഒരു വലിയ ഇത് ജനതാദളത്തിൻ്റെ മാത്രമല്ലല്ലോ, BJPയുടെ കൂടി ഒരു ധാർമ്മിക അടിത്തറയെ ബാധിക്കുന്ന വിഷയമല്ല. അങ്ങനെ സാധാരണഗതിയിൽ BJP രണ്ടും കൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാറില്ലല്ലോ. 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് ഈ കുടുംബപരമായിട്ടുള്ള കാര്യം. അവർ 3-4 സീറ്റിലാണ് മത്സരിക്കുന്നത്. അതിൽ ദേവഗൗഡജി ഇപ്പോൾ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കുമാരസ്വാമി ലോക്സഭയിൽ മത്സരിക്കുന്നു. മറ്റൊരു മകൻ രേവണ്ണയുടെ മകൻ പ്രജ്വൽ ഹസനി മത്സരിക്കുന്നു. മരുമകന് ബാംഗ്ലൂരിൽ മത്സരിക്കുന്നു. ആ സീറ്റുകളെല്ലാം അവരുടെ കുടുംബത്തിൻ്റെ സീറ്റുകളായിട്ട് മാറിയിരിക്കുകയാണ്. കർണാടകത്തിൽ പ്രത്യേകിച്ച് വോക്കലിഗ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണയുണ്ടായിരുന്ന ആ പാർട്ടി, ഓൾഡ് മൈസൂർ റീജിയനിലെ ശക്തമായ പാർട്ടി, ഇപ്പോൾ അതൊരു കുടുംബത്തിലേക്ക് മാത്രം പരിമിതപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് നികേഷ് സാർ ചോദിച്ച പോലെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വില കൊടുത്തും കർണാടകത്തിലൊരു തിരിച്ചു വരവ് വേണമായിരുന്നു. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലാകെ 131 സീറ്റാണുള്ളത്. ഇപ്പോൾ BJPക്ക് ആകെയുള്ള 31 സീറ്റാണ്. ഇപ്പോൾ 2 സ്റ്റേറ്റ് കൂടെ BJPക്ക് നഷ്ടപ്പെട്ടു, കർണാടകയും അതേപോലെ തന്നെ തെലങ്കാനയും. അതുകൊണ്ട് അവരുടെ മിഷൻ കർണാടക എന്ന് പറയുന്നത് കഴിഞ്ഞ കർണാടക അസംബ്ലിയിന് ശേഷം ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറി അവർക്ക് പരമാവധി ലോക്സഭാ സീറ്റുകൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 28 ലോക്സഭാ സീറ്റിൽ അവർക്ക് 26 ലോക്സഭാ സീറ്റ് കിട്ടിയിരുന്നു. ഇത്തവണ അവരാദ്യം തൊട്ട് ഇലക്ഷനിൽ അവകാശപ്പെട്ടിരുന്നത് 24 സീറ്റുകൾ അവർ നേടുമെന്നാണ്. പക്ഷേ പിന്നീട് നടന്ന നിഗമനങ്ങളിലും സിദ്ധരാമയ്യ നടത്തിയ അനാലിസിസിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് 17 സീറ്റ് മിനിമം നേടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി നേരിടുന്ന വലിയ അവർ ഉയർത്തുന്ന വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ നിലവിലുള്ള സീറ്റുകൾ കൂടി കുറഞ്ഞാൽ അത് BJPയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് അവർ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഈ സഖ്യത്തിൽ ചേർന്നത്. പക്ഷേ ഇപ്പോൾ വലിയ വിനയായിട്ട് അവർക്ക് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 14 അസംബ്ലി സീറ്റിൽ അത് ബാധിക്കത്തില്ലായിരിക്കാം. പക്ഷേ ശ്രീ നമ്പൂതിരി പറയുന്നത് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വ്യത്യാസം വരും. അടുത്ത മെയ് 7-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ ഇത് കർണാടകത്തിൽ മൊത്തത്തിൽ ഇതൊരു സാംസ്കാരിക നൈതിക പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്.
with M. V. Nikesh Kumar.